ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു 5-10 മിനിറ്റിൽ ചെയ്തെടുക്കാവുന്ന നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടുന്നത് ചക്കപ്പഴമാണ്. ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് ചക്കപ്പഴം ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ല ഫൈനായിട്ട് തന്നെ വേണം നമ്മളിതൊന്ന് അരച്ചെടുക്കാൻ. ഒട്ടും തന്നെ കട്ടകളില്ല, നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ഈ നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മളിവിടെ അരച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു ചക്കപ്പഴത്തിൻ്റെ പേസ്റ്റ് നമുക്ക് നെയ്യിലേക്ക് ഇട്ട് കൊടുത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഒരല്പസമയം നമ്മളിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഈ നെയ്യും ചക്കപ്പഴവും എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് ഈ ചക്കപ്പഴത്തിൻ്റെ ആ ഒരു നല്ല മണം വരുന്ന വരെ വേണം നമ്മളിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാൻ. ഒരു 3-4 മിനിറ്റ് തീയൊന്ന് കുറച്ച് വെച്ചൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ ഇതിവിടെ കറക്റ്റ് പരുവായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്നത് റവയാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. വറുത്തതോ വറക്കാത്തതോ ഏത് റവ വേണമെങ്കിലും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി റവയും ചക്കപ്പഴവും കൂടി നന്നായിട്ടൊന്ന് മിക്സായി വരുന്ന വരെ വേണം നമ്മളിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാൻ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലുള്ള റെസിപ്പികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. ഇപ്പോൾ ഇതിവിടെ നന്നായിട്ടൊന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ചിരകിയ തേങ്ങ 1 കപ്പ് ചേർത്ത് കൊടുത്താൽ മതി. തേങ്ങയും ചേർത്ത് നമ്മൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഈ പാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ ആദ്യം നമുക്കിതിങ്ങനെ കട്ട പിടിച്ച പോലെ തോന്നും. പക്ഷേ ഒരു അല്പസമയം ഇളക്കി കൊടുത്താൽ മതി, നമുക്ക് നല്ല സോഫ്റ്റായിട്ട് ഇത് കിട്ടിക്കോളും. ഇപ്പോൾ ഇതിവിടെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിനായിട്ട് ഞാൻ 1 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാരയ്ക്ക് പകരം നമുക്ക് 1/2 കപ്പ് ശർക്കര ഒന്ന് ചീകിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്ത് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇത് കുറച്ചും കൂടി നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഇതിപ്പോൾ ഇവിടെ പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന പരുവായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ചൂടൊന്ന് മാറിയതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ ബോൾസാക്കി ഇങ്ങനെ ഒന്ന് ഉരുട്ടിയെടുക്കാം. നമുക്കിത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഇതുപോലെ ബോൾസാക്കിയാണ് ഒന്ന് ഉരുട്ടിയെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ബോൾസ് നമുക്ക് നെയ്യിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാ ബോളും നമ്മൾ ഒരേ സമയം ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കാവുന്നതാണ്. തീ കുറച്ച് വെച്ച് തന്നെ വേണം നമ്മളിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ. ഇനി നമ്മൾ ഈ പാൻ ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. അപ്പം എല്ലാ സൈഡും നമുക്ക് ഒന്ന് റോസ്റ്റായി കിട്ടും. ഒരുപാട് സമയം നമ്മളിങ്ങനെ വെച്ച് കൊടുക്കേണ്ട, ഒരല്പസമയം ഇട്ടാൽ മതി. എല്ലാ സൈഡും ഒന്ന് റോസ്റ്റായി വരുന്നവരെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. അങ്ങനെ ചക്കപ്പഴം വെച്ചിട്ട് ചെയ്തെടുക്കാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്.